ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചായിട്ട് ധർമ്മദാനത്തെ കുറിച്ചാണ്. ഈശോ പറയുകയാണ്, നീ ഒരാൾക്കൊരു ചാരിറ്റി ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അത് ചെയ്തേക്കരുതെന്ന് പറയുകയാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിലായിട്ട് പറയുകയാണ്, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ പറയുകയാണ്, നമ്മളൊരു ധർമ്മദാനം ചെയ്യുന്ന സമയത്ത്, ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ദാനം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ കണ്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് അതായിരിക്കരുത്, മറ്റുള്ളവർ അറിയരുത്, ഒരിക്കലും അറിയരുത് എന്നുള്ളതല്ല, മറിച്ച് മറ്റുള്ളവർ നാലാൾ അറിയാൻ വേണ്ടി ഞാൻ മറ്റുള്ളവരൊക്കെ കാണിച്ച് ചെയ്യുന്ന ആ പ്രവൃത്തി നിങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് പറയുകയാണ്, ദൈവം മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം മാത്രം അറിഞ്ഞാൽ മതി, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഈ ഒരു വചനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ നോക്കി കാണാം. ഒന്ന്, ഞാൻ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ വേറെ ആരും കണ്ടില്ലെങ്കിലും അത് രഹസ്യങ്ങൾ അറിയുന്ന എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അത് കാണും, എനിക്ക് പ്രതിഫലം നൽകും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ചെയ്യുന്ന തിന്മ പ്രവൃത്തികളും വേറെ ആരും കണ്ടില്ലെങ്കിലും വേറെ ഒരാളറിയാതെ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ പോലും രഹസ്യങ്ങൾ അറിയുന്ന സ്വർഗസ്ഥനായ പിതാവ് അതിനും എനിക്ക് പ്രതിഫലം നൽകും എന്നുള്ളതാണ്. നമ്മളൊരു ചുരുക്കത്തിൽ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ രഹസ്യ ജീവിതം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം രഹസ്യങ്ങളെല്ലാം അറിയുന്നവൻ, അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രതിഫലം നൽകുമെന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.